സ്നേഹിതരെ, ഏവർക്കും സ്വാഗതം. ശ്രീമാൻ സണ്ണി കളപ്പുരയ്ക്കൽ, ഇദ്ദേഹം പെരുമ്പാവൂർ സെന്റ് മേരീസ് ഇടവകയിലെ പഴയ വികാരിയാണ്. ഇപ്പോൾ അദ്ദേഹം വികാരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സഭ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി മുൻകാലത്ത് പുരോഹിത വേഷം ധരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹത്തെ ഒരു പുരോഹിതനായി പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രവുമല്ല, കൂദാശാപരമായ ഒരു കാര്യവും അദ്ദേഹം നിർവഹിക്കരുത് എന്ന കൽപ്പനയും പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്താൽ ആശീർവദിക്കപ്പെടുന്ന എല്ലാ കൂദാശകളും, ജ്ഞാനസ്നാനമാകട്ടെ, സ്ഥൈര്യലേപനമാകട്ടെ, അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയാകട്ടെ, കുമ്പസാരം എന്ന കൂദാശയാകട്ടെ, വിവാഹമാകട്ടെ, രോഗി ലേപനമാകട്ടെ, ഇതൊന്നും തന്നെ വിലയില്ലാത്തതാണ്, അംഗീകരിക്കപ്പെടാവുന്നതല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഞാനിത് പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം, കഴിഞ്ഞ 20-ാം തീയതി 22-ാം തീയതി ഒക്കെ ആയിട്ട് ആ ഇടവകയിൽ ചില വിവാഹങ്ങൾ ആശീർവദിക്കപ്പെട്ടു എന്ന് കേൾക്കുന്നു. അതിനവിടെ പോയ വിശ്വാസികളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവർക്കത് അറിയില്ല. അതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായിട്ടില്ല. സാധാരണഗതിയിൽ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി സ്പെഷ്യൽ മാരേജ് ആക്ടും പ്രകാരം നടത്തുന്ന ഒരു വിവാഹത്തിൻ്റെ വിലയ്ക്കപ്പുറത്ത് അതിന് വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതും വിലയുള്ളതായി മാറണമെങ്കിൽ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിലോ സബ് രജിസ്ട്രാർ ഓഫീസിലോ പോയി അത് വീണ്ടും രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടി വരും. അത് സ്വാഭാവികമായൊരു നടപടിയാണ്. ഇപ്പോൾ പള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ മധ്യേ ആശീർവദിക്കപ്പെടുന്ന വിവാഹമായിരുന്നാൽ പോലും ഇപ്പോൾ അതിനെ ഔദ്യോഗികവൽക്കരിച്ചെടുക്കണമെങ്കിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇത് വിവാഹം നടത്തിയതിൻ്റെ കൗതാശികമായ വിലയില്ല എങ്കിൽ പോലും രജിസ്ട്രേഷന് തുല്യമായ രീതിയിൽ വേണമെങ്കിൽ പരിഗണിക്കാം എന്ന് മാത്രം. ഇത് ഇത്തരം പുരോഹിത വേഷധാരികളെ കൊണ്ട് ശ്രീമാൻ കളപ്പുരയ്ക്കൽ മാത്രമല്ല, വേറെ ചില ആളുകളെ എല്ലാം അത്തരത്തിൽ നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ആളുകളാൽ ആശീർവദിക്കപ്പെടുന്ന, പരികർമ്മം ചെയ്യപ്പെടുന്ന കൂദാശകൾ അസാധുവാണ് എന്ന യാഥാർത്ഥ്യം വിശ്വാസികൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ഭാവിക്ക് അത് വലിയ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം പാതിരിക്കോലങ്ങളെ കൊണ്ട് നടത്തിച്ച് സ്വീകരിച്ച കൂദാശകളെ സംബന്ധിച്ചിടത്തോളം അത് അവാസ്തവമാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വിലയില്ലാതായി മാറിയിരിക്കുന്നു. അതിനാൽ സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ചീത്ത വിളിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ല. എത്രയും പെട്ടെന്ന് രൂപത അധ്യക്ഷനെ കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള റാറ്റിഫിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ റെഗുലറൈസേഷൻ പ്രോസസ്സ് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ അത് സ്വീകരിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാൻ വേണ്ടി കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൻ്റെ പേരിൽ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെയും മറ്റും, അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരണ വിഭാഗത്തിലൊക്കെയും വിശ്വാസികൾ സഭയ്ക്കെതിരായി നിലപാടെടുക്കുന്നു എന്നൊരാരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെ ഖണ്ഡിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങൾ വിശ്വാസികൾ സഭയിലാണ് വിശ്വസിക്കുന്നത്. സഭ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ, സഭ പുറപ്പെടുവിച്ച കൽപ്പനകൾ അതതിൻ്റെ പൂർണ്ണതയിൽ തന്നെ നടപ്പിൽ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികൾ, അതായത് വിശ്വാസമുള്ളവർ എന്നർത്ഥം. അതുകൊണ്ടാണല്ലോ വിശുദ്ധ കുർബാനയുടെ മധ്യേ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, സിറോ മലബാർ സഭയിലെ ഏകീകൃത ബലിയർപ്പണം ഞങ്ങളുടെ സൃഷ്ടിയല്ല. വിശ്വാസികളോട് നിങ്ങൾ സിനഡ് പറഞ്ഞു, അധികാരികൾ പറഞ്ഞു, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. അതൊഴിച്ചുള്ളതെല്ലാം തന്നെ അനൈയാമികമാണ്, വിലയില്ലാത്തതാണ് എന്ന് ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് ഞങ്ങളോട് കൽപ്പന പുറപ്പെടുവിച്ച് ബോധ്യപ്പെടുത്തിയത് അധികാരികളാണ്. അതുകൊണ്ട് തന്നെ അത് നടപ്പിൽ വരാതെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ എതിരെ വിമർശനം ഉയർത്തുക, എതിരിടുക, അല്ലെങ്കിൽ അതിനെതിരായി ചോദ്യം ചെയ്യപ്പെടുക എന്നൊക്കെയുള്ളത് സ്വാഭാവികമായ നടപടിയാണ്.
അങ്ങനെയുള്ളവർ സഭയ്ക്കെതിരെ നിൽക്കുന്നു എന്ന് പറയാൻ ചില മെത്രാന്മാർ തയ്യാറെങ്കിൽ നിങ്ങളെ പരസ്യമായി തന്നെ ചോദിക്കട്ടെ, എവിടെയാണ് ഞങ്ങൾ സഭാവിരുദ്ധരായി പ്രവർത്തിച്ചത്? നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ഞങ്ങളെ ചൂണ്ടിക്കാണിക്കേ. നിങ്ങളുടെ അടുത്ത് വന്ന് സോപ്പിടാൻ വേണ്ടിയുള്ള കാര്യമല്ല ഇത്. സഭയുടെ ഏതെങ്കിലും നിയമത്തെ ഞങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ? സഭ തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ സഭയിൽ അധികാരം കൈയാളുന്ന ചില വ്യക്തികൾ തങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടോ കഴിവില്ലായ്മ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ മനഃപൂർവ്വം ആ നടപടികൾ പൂർത്തിയാക്കുന്നില്ല എങ്കിൽ അങ്ങനെ പൂർത്തിയാക്കപ്പെടാതിരിക്കാത്ത ആ വിഷയങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്തു വന്നേക്കാം. അത് വ്യക്തിയാധിഷ്ഠിതമാണ്. വ്യക്തിയെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുക. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇന്ന കാരണങ്ങളാൽ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു മറുപടി ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരത്തിൽ സഭാവിശ്വാസികൾ നടപ്പിൽ വരുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇത്. നിങ്ങൾ കൽപ്പിച്ചിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്താതെ വരുമ്പോൾ അത് കൈയാളേണ്ട വ്യക്തികളെ വിമർശിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. അത് ഞങ്ങൾക്ക് അവകാശമുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സഭയെ അല്ല ഞങ്ങൾ എതിർക്കുന്നത്, സഭാധികാരം കൈയാളുന്ന വ്യക്തികളെയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്നുകൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.